ഹായ് ഹലോ സരിതേച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കണിക്കൊന്നൊക്കെ നന്നായി പൂത്ത് നിൽക്കണുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെറിയൊരു മഴയൊക്കെ പെയ്താൽ ചിലപ്പോൾ ഇതൊക്കെ കൊഴിഞ്ഞു പോവും, എന്നാലും ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ മഞ്ഞ അങ്ങനെ പരവതാനി വിരിച്ച പോലെ ഇങ്ങനെ മഞ്ഞ പൂക്കളുണ്ടായിട്ട് നിൽക്കുമ്പോൾ അതൊരു ഭംഗി തന്നെയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മുടെ തക്കാളിയുടെ മുകളിൽ തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് 3 തക്കാളി ഇങ്ങനെ ഞാൻ കയറ് കെട്ടി വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഒക്കെ മറിഞ്ഞ് വീഴാണ്. ശരിക്കും തക്കാളി ഇങ്ങനെ നിലത്ത് ചരിച്ചാണ് കുഴിച്ചിട്ടുണ്ടതെന്ന് പറയൂ കേട്ടോ. അത് ഞാൻ അപ്പം എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല, പിന്നീടാണ് ഞാൻ അതൊക്കെ കണ്ടത്. ഇപ്പം ഞാനിങ്ങനെ നേരെ വളർത്തി കൊണ്ടുപോകുമ്പോഴേ ഇതിങ്ങനെ കനം കൂടുമ്പോൾ മറിഞ്ഞ് വീഴുക. അപ്പം എന്നാലും അതിന്മേൽ കുറച്ച് തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചെടികളും നമ്മളൊരു പ്ലാവ് വെക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ പ്ലാവൊക്കെ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. കുറേ ഇലയൊക്കെ വന്നു, പിന്നെ ചെറിയൊരു കേട് വന്നു അതിൻ്റെ ഇടയ്ക്ക്. ഇപ്പോൾ ഒക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൃത്തിയായിട്ട് വരുന്നുണ്ട്, നല്ല ഇലകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഈ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെടിക്കടയിൽ പോകുമ്പോൾ ഇടയ്ക്ക് വാങ്ങുന്ന ചെറിയ 30 രൂപയ്ക്കൊക്കെ വാങ്ങുന്ന ചെടികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഓരോ പ്രാവശ്യം പൂവുണ്ടായിട്ട് വെട്ടിക്കളയും. അപ്പോൾ പിന്നെയും ആ എന്താ പറയുക, പുതിയ പുതിയ കിളിർപ്പ് വന്നിട്ട് അതിന്മേൽ പൂവൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു മണി പ്ലാന്റ് ഞാൻ അന്ന് വാങ്ങിയതാണ്. നിലം മുട്ടി വളർന്നു വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലും ഉയരത്തിലേക്ക് ഇനി എടുത്ത് കൊളുത്തിയിടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊളുത്തിയിട്ടിട്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാവും തൈ, കണ്ടില്ലേ? നല്ല പുതിയ ഇലയൊക്കെ വന്നു. പക്ഷേ ഈ ഒരു കേട് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇതിന് എന്തെങ്കിലും മരുന്ന് നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഉണ്ട് വെച്ചെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ, അങ്ങനത്തെ പ്ലാവ് വളർത്തുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഇലയ്ക്ക് ഇങ്ങനെ ചെറിയൊരു എന്താ പറയുക, കുത്ത് വീണിട്ട് ഇങ്ങനെ ആ ഇല അങ്ങോട്ട് കൊഴിഞ്ഞു പോവും. അങ്ങനെ ഒരു സംഭവം ഇതുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ചെറിയ മരുന്നൊക്കെ ഞാൻ തെളിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അധികം ഇല അങ്ങനെ ആയിട്ടില്ല, ഉള്ളത് തന്നെ അങ്ങനെ ആയിട്ടുള്ളൂ. കുഴപ്പമൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട്, നന്നായി വളർന്നു വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ മാവും തൈ നേരെ വിപരീതമാണ്. ആൾക്കൊരു മാറ്റവും വന്നിട്ടില്ല. അതിങ്ങനെ അന്ന് കുഴിച്ചിട്ടിട്ട് എങ്ങനെയാണോ നിന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. വേറെ വാട്ടോ കാര്യങ്ങളൊന്നുമില്ല, വൃത്തിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കാറ്റ്സ് ക്ലോൻ്റെ മുകളിൽ കണ്ടില്ലേ, ഒരുപാട് പൂവുകൾ കൂടുതലുണ്ടായി വരുന്നുണ്ട്. ഇത് ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് കയറ്റി വിട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചിലർ പറയുന്നുണ്ട് അങ്ങനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് പടർന്ന് കയറിയിട്ട് നമ്മളെ വീട് തന്നെ, നമ്മളെ കുഞ്ഞൊരു വീടല്ലേ, അപ്പോൾ ഇതങ്ങോട്ട് ആകെ മൂടിപ്പോവും ചിലപ്പോൾ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ടെറസിൻ്റെ മുകളിൽ നിൽക്കുന്ന ആ കമ്പിയുടെ മുകളിൽ ഇട്ട് കൊടുത്താലോ എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അധികം പടരുകയാണെങ്കിൽ നമുക്ക് വെട്ടിക്കൊടുത്താൽ പോരെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ അന്ന് വെച്ച ഒരു എന്താ പറയുക, കൊള്ളി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇവിടെ തന്നെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കപ്പ എന്നൊക്കെ പറയില്ലേ, ഞങ്ങൾ കൊള്ളി എന്നൊക്കെ ആട്ടോ പറയുക. അപ്പം അത് കുഴപ്പമില്ലാണ്ട് അതും ഭംഗിയായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അതിന് വേറെ വളങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല, ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നല്ല മഴയൊക്കെ വരുന്ന സമയമാകുമ്പോഴേക്കും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം അടുത്ത് വെച്ച ചെടികളൊന്നും അങ്ങനെ നാശമായി പോയിട്ടില്ല, ഒക്കെ വൃത്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരു എന്താ പറയുക, ബ്ലീഡിങ് ഹാർട്ടിനെ ഞാൻ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇട്ടു വിട്ടാ. കാരണം അത് വളഞ്ഞിങ്ങനെ കിടക്കുക നിലത്ത്, അത്രയും കണ്ട് ഭംഗിയായിട്ട് വരുന്നില്ല. അപ്പം ഞാനത് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പൈപ്പ് ഇട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്ന് അതിന് വേറൊരു ചില്ലയും കൂടിയൊക്കെ വരുന്നുണ്ട്. മറ്റേത് കണ്ട അങ്ങനെ പടർന്ന് പോവുക, വേറെ എവിടേക്കൊക്കെയോ പടർന്ന് പോവുക. ഞാനതിനൊരു കമ്പ് കുത്തി കൊടുത്തിട്ട് ഇനി ചുറ്റി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ചെടികളൊക്കെ നമ്മുടെ കൊങ്ങിണിപ്പൂവും ഇതൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് വെട്ടി കൊടുക്കണ കാരണം കൊണ്ട് പൂവുണ്ടായിരുന്നു. നിറയെ അങ്ങനെ ഉണ്ടാവണില്ല, എന്നാലും അങ്ങനെ കുറേശ്ശെയൊക്കെ അതുമ്മേ എന്നും പൂ വിരിയും. പൂവില്ലാത്ത ദിവസമാകുമ്പോൾ ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ കുറച്ച് കണ്ട ഇഞ്ചി വെച്ച ചട്ടിയിൽ തന്നെ വെച്ചതാണ് ഇത്. ഇതുമ്മലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല നല്ല ഭംഗിയാണ് ആ പൂവ് കാണാൻ. ഒരുപാട് ഉണ്ടാവുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. പക്ഷേ അങ്ങനെ 2, 3, 4 എണ്ണമൊക്കെ എപ്പോഴും അയിമ ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ്.
അപ്പം നമ്മൾ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിച്ച ഒരു പച്ചപ്പ് കാണുമ്പോഴേ ഒന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു പച്ചപ്പ് ഇങ്ങനെ നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ്. ഈ പച്ച നമ്മുടെ മനസ്സിനൊരു സമാധാനം തരുന്നൊരു സംഭവമാണ്. അപ്പം അത് കാരണം കൊണ്ട് പച്ചപ്പ് അവിടെ ഇവിടെയൊക്കെ എപ്പോഴും ഞാൻ വേലിയുടെ 4 പുറമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ നിർത്തും. അതാണ് പൂവുണ്ടായില്ലെങ്കിൽ കൂടി ചെടികളിലെ ഇല അങ്ങനെ നിൽക്കുന്ന കാണാൻ ഭംഗിയല്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ അത് വേറൊരു സ്ഥലത്ത് തൂക്കിയിട്ടിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ, മണി പ്ലാന്റ് കണ്ട ഇത്ര നീളമായി. ഇവിടെയും അത് നിലം മുട്ടുന്ന എനിക്ക് തോന്നണേ, അത്ര വേഗം വേഗം നീണ്ടു വരുന്നുണ്ട്. അത് ചുരുട്ടിയിട്ട് നമുക്ക് ആ ചട്ടിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല തിക്കായിട്ട് ഇങ്ങനെ ചട്ടിയുടെ ഉള്ളിൽ മാത്രം ഇങ്ങനെ നിൽക്കും, നല്ലോണം വിടർന്ന് നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കും. ഒറ്റയ്ക്ക് ഇടുമ്പോൾ അതൊരു ഭംഗി, ഇങ്ങനെ നിവർന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ അതും ഒരു ഭംഗിയാണ് കേട്ടോ. നമ്മുടെ ഈ എന്താ പറയുക അഗ്ലോണിമകളൊക്കെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനൊന്നും വലിയ കുഴപ്പമില്ല, അധികം നന്നായിട്ടുണ്ട് എന്ന് പറയാനും പറ്റില്ല. കുറച്ച് വലിപ്പം വെച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങനെ ഇലയ്ക്ക് അത്രയും ഒരു ഭംഗിയൊന്നും വന്നിട്ടില്ല. പിന്നെ അതേന ഈ ചീര, പൊന്നാങ്കണ്ണി ചീര ഇവിടെ കുറച്ചിങ്ങനെ പറിച്ച് നട്ടു കൊടുത്തതാണ്. അതവിടെ നല്ല വൃത്തിയായിട്ട് വെയിലുള്ള കാരണം കൊണ്ട് നന്നായിട്ടുണ്ടാവുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ചെണ്ടമല്ലി ഞാനിവിടെ പാവി മുളപ്പിച്ചതാട്ടോ. അത് ചട്ടിയിൽ നിന്ന് വലുതായപ്പോൾ ഞാൻ ഇവിടെ വെറുതെ കിടക്കണ്ടായിരുന്നില്ല, ഞാൻ പച്ചക്കറി കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ള സ്ഥലമായിരുന്നു, അവിടെ ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാങ്ങിങ് ആയിട്ടുള്ള ചെടികൾ ഒക്കെ തരക്കേടില്ലാത്ത രീതിയിൽ എല്ലാതും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ചായല ചണ്ടിയില്ലേ അതൊഴിച്ചു കൊടുക്കും, കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിങ്ങനെ പച്ച കളറായിട്ട് നിൽക്കണത്. പിന്നെ നല്ലോണം ചെടി ഇങ്ങനെ വൃത്തിയില്ലാത്ത പോലെ ആവുകയാണെങ്കിൽ ഈ എന്താ പറയുക പ്ലാന്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ട്, ഒരു ലിക്വിഡ്. അത് വെള്ളത്തിൽ കലർത്തിയിട്ട് നമ്മൾ നനയ്ക്കുമ്പോൾ ആ വെള്ളത്തിൽ കലർത്തിയിട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോഴും നമ്മളെ ചെടി ഉഷാറായിട്ട് വന്നോളും. ഈ ചെടിക്കൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുക. നല്ലോണം അങ്ങനെ ലീഫൊക്കെ ഒരു ഭംഗിയില്ലാണ്ടായി അതൊഴിച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. ഈ ചെടിയൊക്കെ അങ്ങനെയാണ് ഞാൻ ഭംഗിയിൽ നിർത്തുക. അപ്പോൾ അത് മണി പ്ലാന്റൊക്കെ ഉണ്ട്. ഇതിന് ഇതിലേ ചായയുടെ ചണ്ടിയില്ലേ അതൊഴിച്ചു കൊടുക്കും, ആ ചണ്ടി ഇട്ട് കൊടുക്കും. ചായ ബാക്കിയുണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കും കേട്ടോ. മധുരമില്ലാത്ത ചായയാവണം കേട്ടോ, അല്ലെങ്കിൽ ഉറുമ്പ് വന്ന് ആകെ ചെടി നാശമാവും. അപ്പോൾ ഇതൊക്കെ മണി പ്ലാന്റ് ഇങ്ങനെ തിക്കായിട്ട് വരുന്നുണ്ട്. ഈ എന്താ പറയുക ഈ പ്രത്യേക കളറുള്ള ഒരു ഇതില്ല, അത് മാത്രം അധികം തിക്കായിട്ട് വരില്ല. അതിന് കുറേ സമയം പിടിക്കുന്നുണ്ട് അതിന് ഒരു ലീഫ് അങ്ങോട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് അങ്ങനെ അടുപ്പിച്ച് നമ്മുടെ ചായല ചണ്ടിയൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ അത് ഇത്തിരി തിക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ട. ആ വെള്ള അതിന് പേരെനിക്കറിയില്ല കേട്ടോ. ഈ പോത്തൂസിൽ തന്നെ പലതരം ഉണ്ടല്ലോ, അതിൻ്റെ അങ്ങനെയുള്ള ആ വെറൈറ്റിയുടെ പേരെനിക്കറിയില്ല. എന്നാലും നമ്മളൊക്കെ മണി പ്ലാന്റ് തന്നെയാണ് പറയുക, വെറൈറ്റിയുടെ പേരൊന്നും അറിയില്ല. അതുപോലെ ഇതും അതെ നല്ലോണം തിക്കായിട്ടുണ്ടാവുന്നുണ്ട്. ചട്ടിയിൽ നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെ തൂങ്ങി കിടക്കണ പോലെ, നേരത്തെ കണ്ട മണി പ്ലാന്റില്ലേ അതങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ ഇല അവിടെ ഇവിടെയോ നമുക്ക് തോന്നുള്ളൂ. ഈ ചട്ടിയിൽ തന്നെ ചുറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ തിക്കായിട്ട് നിൽക്കും കണ്ട. ഞാനിത് ഈ വളർന്നു പറഞ്ഞ തണ്ടൊക്കെ ഇങ്ങനെ അതിൽ തന്നെ ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് ഒന്ന് അതിൻ്റെ ആ വേര് വരുന്ന ഭാഗം ഒന്ന് താത്തി കൊടുക്കും. ചിലപ്പോൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ അത് നല്ല വൃത്തിയായിട്ട് അതിൽ തന്നെ നിൽക്കും, നല്ല ഭംഗിയായിട്ട്. എന്താ പറയുക ചട്ടി നിറച്ച് നിൽക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഉണ്ടാവും. ഇതൊക്കെ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങൾ പൊട്ടിച്ച് വെക്കണതാട്ടോ. ഇനിയിപ്പോൾ അതങ്ങനെ നശിച്ചു പോയാൽ വേറെ ഉണ്ടാവണ്ടേ നമ്മുടെ വീട്ടിൽ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ തൂങ്ങി കിടക്കണത് പൊട്ടിച്ച് വെച്ച് കൊടുക്കണതാണ്. ചെറിയ ചെറിയ ചട്ടികൾ ഉണ്ടാവുമല്ലോ അതിലൊക്കെ വെച്ച് കൊടുക്കണം. ഇത് നമ്മുടെ CC പ്ലാന്റിൻ്റെ ഒരു തൈ മുളച്ച് വന്നത്. ആ തൈ വലുതാവണില്ല കേട്ടോ, അതങ്ങനെ തന്നെ നിൽക്കുക. എന്നിട്ട് വേറൊരു തൈയും കൂടി മുളച്ച് വന്ന് നിൽക്കുക. മുളച്ച് വന്ന രണ്ടാളും ഒരുപോലെ തന്നെ നിൽക്കുന്നുണ്ട്, വലുതാവാതെ. അതുപോലെ ഇവിടെ താഴെ നട്ട് കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം, അത് ചീഞ്ഞ് പോകണമൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇനി ചിലപ്പോൾ ഇതുപോലെ ഇന്ന് ഒരു തണ്ട് വരികയാണെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്തി വെക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കാറ്റ്സ് ക്ലോ ഉണ്ട്, അത് ഇങ്ങനെ തന്നെ ഇവിടെ പടർത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പോൾ ഇങ്ങനെ അവിടെ പടർത്തി കൊടുക്കണത് കേട്ടോ. അപ്പോൾ മതിലിൻ്റെ മുകളിൽ ഉണ്ടായിക്കോളൂല്ലോ. ജമന്തിയൊക്കെ മുട്ടിട്ടിട്ടുണ്ട്. ഈ ചെടിയൊക്കെ ഓരോ ദിവസവും നല്ലോണം പൂണ്ടാവും കേട്ടോ. അതുമ്മേ
നമ്മൾ പൂവുണ്ടായി കഴിഞ്ഞാൽ ആ പൂവുണ്ടായ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ വീണ്ടും അവിടെ മൊട്ട് വന്ന് വീണ്ടും പൂവുണ്ടാവും. പിന്നെ എനിക്ക് മണി പ്ലാന്റ് അല്ല ഈ എന്താ പറയുക നമ്മുടെ 10 മണിയാണ് എനിക്കിപ്പോൾ പഴയ പോലെ അങ്ങോട്ട് പൂവുകൾ തരുന്നില്ല. പണ്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ നമ്മുടെ ചാനലിൽ തന്നെ ആദ്യമൊക്കെ ഇട്ടിട്ടുണ്ട്, ഷോർട്സും അതുപോലെ വലിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. മണി പ്ലാന്റ് അല്ല ഈ എന്താ പറയുക 10 മണിയുടെ നല്ലോണം പൂവായിട്ട് മഞ്ഞയും പിങ്കും പല കളറും ഇങ്ങനെ നിന്നിരുന്നു. അതൊന്നും ഇപ്പോൾ അധികം ഉണ്ടാവണില്ല. എന്താണ് സംഭവം എന്ന് എനിക്കറിയണില്ല കേട്ടോ. ഇനി ഞാൻ അമിനോ ആസിഡ് ഒഴിച്ചു കൊടുക്കാറുണ്ട്, അതില്ലാത്ത കാരണമാവുമെന്ന് എനിക്ക് തോന്നണത്. പിന്നെ ഇതിവിടെ ഈ ചെടിയൊക്കെ നമ്മുടെ ഇവിടെ ഉള്ളത് തന്നെ അത് കുറച്ചും കൂടി ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഉണ്ടായിട്ട് ചട്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അത് ഉമ്മർത്തേക്ക് കയറ്റി വെച്ചു. മഴ കൊണ്ട് കഴിഞ്ഞാൽ വൃത്തികേടാവുക, ആ ചില്ലകളൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് വീണ പോലെ നിൽക്കും, അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഉമ്മർത്തേക്ക് കയറ്റി വെച്ചു. ഇതൊരു മണി പ്ലാന്റിൻ്റെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുള്ളതാണ്. അത് കണ്ടില്ലേ എത്ര തിക്കായിട്ടാണ് വരണമെന്ന് നോക്കി. ആ വരുന്ന അതങ്ങനെ ചുറ്റിയിട്ട് ആ ചട്ടിയിൽ തന്നെ വെച്ച് കൊടുക്കും കണ്ട. അപ്പം ഇങ്ങനെ വേണ്ടതുണ്ടാവും. കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ പുതിയ പുതിയ ഇലകൾ വരും, നല്ല ഉഷാറുള്ള ഇലകൾ വരും. അതിൻ്റെ മുകളിൽ നല്ല നല്ല ഈ കളറില്ലേ അതൊക്കെ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ കുറേ കഴിയുമ്പോഴാണ് ആ കളറ് പോയി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ചെടിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ നല്ല ഉഷാറായിട്ട് പിന്നെയും വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ചട്ടിയിൽ തൂക്കിയിട്ടിട്ടുള്ളതാട്ടോ. ഓരോ കഷ്ണം 2 കഷ്ണമൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മളങ്ങനെ തൂക്കിയിട്ടാൽ പിന്നെ വലുതായി വരുമ്പോൾ നമ്മളിങ്ങനെ ചുറ്റി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ അകത്ത് അവിടെ ഇവിടെയൊക്കെ ഓരോ ചെറിയ പാത്രങ്ങളിൽ ചെടിയുടെ കമ്പ് വെള്ളത്തിൽ ഒടിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഈ വേര് വരുമ്പോൾ ഞാൻ വേറെ എടുത്ത് പാത്രത്തിലേക്ക് കുഴിച്ചിടുകയും ചെയ്യും കേട്ടോ, മണ്ണിലേക്ക് വെക്കുകയും ചെയ്യും. മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മിനിയേച്ചറായിട്ട് നിർത്തിയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് കേട്ടോ. അതിനെ വളരാൻ വിട്ട് കഴിഞ്ഞാൽ വളർന്നു വരും കേട്ടോ. ഞാനിത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ചെറുതാക്കി നിർത്തിയേക്കാണ്. പിന്നെ മോള് വരച്ച കുപ്പിയുടെ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള കുപ്പിയിൽ കുറച്ച് മണി പ്ലാന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നല്ല വെളിച്ചമുള്ള കാരണം കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടൊരു കളറിൽ നല്ല കളറിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. മണി പ്ലാന്റിന് ഏറ്റവും കൂടുതൽ വേണ്ടത് വെളിച്ചമാണ്. അപ്പോൾ തന്നെ അതിൻ്റെ ഇലയുടെ മുകളിലത്തെ ആ ഡിസൈനൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വെറുതെ ഒന്ന് ചായ കുടി കഴിഞ്ഞപ്പോൾ മൊബൈലെടുത്ത് നടന്നിട്ട് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. നമ്മുടെ ചെടികൾ ഇത് തന്നെയാണ് എനിക്ക് കൂടുതലും കാണിക്കാനുള്ളത്, നമ്മുടെ ചെടികൾ വെച്ചതൊക്കെ കേട്ടോ. അപ്പം നിങ്ങൾ എന്നെ മറക്കരുത്, ഞാൻ ഇടയ്ക്ക് വീഡിയോ ആയിട്ട് വരും. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബായ്.